നമസ്കാരം. സകലരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ ഇന്നലെ നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞത്. വിവിധ സർക്കാർ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡർ മുഖാന്തരം പ്രവൃത്തികൾ നൽകുന്നതിന് മുൻഗണന നിലവിലുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 13.11.97 പ്രകാരവും GOMS PWD 19.3.2004 പ്രകാരവും മറ്റ് കരാറുകാർക്ക് കോട്ട് ചെയ്ത തുകയിൽ നിന്ന് 10% കൂടിയ നിരക്ക് മാത്രമാണെങ്കിൽ സൊസൈറ്റി കോട്ട് ചെയ്ത തുകയ്ക്ക് പ്രവൃത്തി അനുവദിക്കാവുന്നതാണ്. സഹകരണ വകുപ്പിൻ്റെ GOMS 2/8/2008 പ്രകാരം സൊസൈറ്റിക്ക് ഏത് തുകയിലുള്ള പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർ, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ 165 പ്രവൃത്തികളിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളാണ് ഉള്ളത്. 46 പ്രവൃത്തികൾ കിഫ്ബി പ്രവൃത്തികളാണ്. കൈവശമുള്ള പ്രവൃത്തികളിൽ ഭൂരിഭാഗം പ്രവൃത്തികളും അവിടുത്തെ കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്കിലോട് കൂടി. മുമ്പേ ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീപനം വന്നിട്ടുണ്ട്. ആദ്യം NHAൻ്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രേരിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. ഇത് കേട്ടാൽ എങ്ങനെ നമ്മളെ പോലുള്ളവർ ഞെട്ടാതിരിക്കും? കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇങ്ങനെയല്ല നമ്മളോട് പറഞ്ഞത്. നമ്മൾ കേട്ട കഥകളും ഇങ്ങനെയൊന്നുമായിരുന്നില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് CPMന്റെ കള്ളപ്പണ ഇടപാടിന്റെ യഥാർത്ഥ ഏജന്റുമാർ എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളതൊക്കെ വിശ്വസിച്ചു. അതിന് തെളിവുകൾ നമ്മൾ ശേഖരിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. CPMനെ തകർക്കണമെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ തകർക്കണം. കാരണം CPMന്റെ കള്ളപ്പണം മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയിലാണെന്ന്. ഇതാദ്യം നമ്മളോട് പറഞ്ഞു തന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. CPMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത് KC വേണുഗോപാൽ ആവർത്തിച്ചു. ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ. അതിൽ ഏറ്റവും മർമ്മസ്ഥാനത്ത് ഞാൻ പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മർമ്മസ്ഥാനത്തുള്ളത് ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രഭവ കേന്ദ്രവും അത് അവസാനിക്കുന്നതുമെല്ലാം ഊരാളുങ്കലിലാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? നമ്മൾ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവും സംശയലേശമന്യേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കത് ഏറ്റെടുക്കാൻ മടി കാണിക്കേണ്ടതുണ്ടോ? എന്ന് മാത്രമല്ല, നമ്മൾ ഇവരുടെ കള്ളക്കണക്കുകൾ പലതും അറിഞ്ഞു. ഇവർക്ക് ടെൻഡർ ബാധകമല്ല. ഇവർക്ക് കിട്ടുന്നത് മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ 10% കൂടുതൽ തുകയ്ക്ക് ഇവർക്ക് ടെൻഡർ ചെയ്യാം. ഇവർക്ക് ഗ്യാരണ്ടി അടക്കം പലതും ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു, നമ്മൾ കേട്ടു. എന്നിട്ടിപ്പോൾ ഇവർ പറയുന്നു ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു ക്രമക്കേടും കാണിച്ചിട്ടില്ല, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, വലിയ ഗുണനിലവാരമുള്ള വർക്കാണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളെ ഇവർ വിഡ്ഢികളാക്കിയത്? അതുകൊണ്ടാണ് ജോമോൻ പുത്തുമരക്കൽ ഇങ്ങനെ ചോദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ അദാനിയുടെ കമ്പനി പ്രധാനമന്ത്രിയുള്ള അടുപ്പം പോലെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഊരാളുങ്കൽ സൊസൈറ്റിയും തമ്മിൽ എന്നാണ് പ്രതിപക്ഷത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദാനിനെ എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാലിച്ചു കൊണ്ടിരുന്നു? കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലെല്ലാം അദാനിയുടെ കമ്പനിക്ക് എല്ലാ കോൺട്രാക്റ്റും കൊടുക്കുന്ന പോലെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഊരാളുങ്കൽ സൊസൈറ്റി എല്ലാം ചെയ്തു കൊടുക്കണം എന്നല്ലേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇവർക്ക് ടെൻഡറൊന്നും ഇല്ലല്ലോ. ടെൻഡർ ഇല്ലാതെ അല്ലേ ഇവർക്ക് കൊടുക്കുന്നു ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന സർക്കാരിന്റെ PWD ആണ് കേരളത്തിലെ സർക്കാർ കെട്ടിടങ്ങളെല്ലാം പണിയുന്നത്. സർക്കാരിന്റെ കെട്ടിടം PWD നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഊരാളുങ്കലാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണോ? അത് ചെയ്യാൻ പാടില്ല.
ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ. അപ്പം ഊരാളുങ്കൽ ഇതെല്ലാം സർക്കാർ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങൾ പണിയുന്നതിന് ഇത്ര %, ഇത്ര ശതമാനം പിണറായിക്ക് കമ്മീഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ പ്രതിപക്ഷത്തിൽ. നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അതേ കമ്മീഷൻ ഇപ്പോൾ ഇവർക്കും കിട്ടി, UDF കിട്ടി എന്നല്ലേ എൻ്റെ അർത്ഥം ഭരിക്കുന്നവർക്ക്. അതുകൊണ്ടല്ലേ അവർ ഇത് സമ്മതിക്കേണ്ടി വരും. ജോമൻ ചോദിച്ചത് സത്യമല്ലേ? മോദിക്ക് അദാനിയാണ്, പിണറായിക്ക് ഊരാളുങ്കൽ എന്ന് പറഞ്ഞു നടന്നിട്ട് ഭരണത്തിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം? PK ബഷീറിനാണോ, VD സതീശനാണോ, അതോ മുസ്ലിം ലീഗിനാണോ, കോൺഗ്രസിനാണോ, അതോ UDF മുഴുവനാണോ ഇപ്പോൾ ഊരാളുങ്കൽ പണം നൽകിയിരിക്കുന്നത്? CPM കള്ളപ്പണം സൂക്ഷിക്കുന്ന പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റും വിശുദ്ധ പദവിയും കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഡീലുണ്ടോ എന്ന് സംശയിച്ചാൽ ആ സംശയിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയുമോ? ഇനി അങ്ങനെ ഒരു ഡീലുമില്ലെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റി വിശുദ്ധമായ പ്രസ്ഥാനമാണ്, അഴിമതിയൊന്നും നടത്തിയിട്ടില്ല, തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല, അവരെക്കുറിച്ച് പറഞ്ഞതിൽ ഞങ്ങളോട് മാപ്പാക്കണം എന്ന് തുറന്നു പറയാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? അവർ അത് ചെയ്യണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും.